ബൈക്കിൽ പാഞ്ഞു പോയ ഒരു ഫ്രോഡ് ആ മാമൻ ഇടിച്ചിട്ടിട്ട് പോയതാ. അത് കണ്ടോണ്ട് വന്ന ഞാൻ അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ കൈക്കും കാലിനും ഒടിവും ചതവും ഒക്കെ ആയതുകൊണ്ടാ തോമസ് സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയത്. അവിടെ ആകുമ്പോ പൈസ കൊടുക്കണ്ടല്ലോ. എടാ, ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ നീ എന്തുകൊണ്ടാ ഞങ്ങളെ അറിയിക്കാഞ്ഞത്? അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി. പിന്നെ മാമനും പറഞ്ഞു പോലീസിലൊന്നും പറയണ്ട, കേസും വഴക്കൊന്നും വേണ്ടാന്ന്. അതാ കുഴപ്പമായത്. എടാ, അങ്ങേര് ഇന്നലെ രാത്രി മരിച്ചു. അയ്യോ, ഇപ്പൊ അടക്കമൊക്കെ കഴിഞ്ഞു കാണും. പരിക്കൊക്കെ മാറി അങ്ങേര് നല്ല ആരോഗ്യത്തോടെ ആണല്ലോ അങ്ങേരുടെ മോനോടൊപ്പം പോയത്. എന്നാ അതേ മോൻ തന്നെയാ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കംപ്ലൈന്റ് തന്നത്. പിന്നെ നീ ആ ബൈക്ക് കൊണ്ടുവന്ന് തട്ടിയെന്നാ ഇപ്പൊ അവൻ പറയുന്നത്. പിന്നെ സാഹചര്യ തെളിവൊക്കെ നിനക്കെതിരാ. എന്റെ സാറേ, ഇപ്പൊ സാഹചര്യ തെളിവെന്നൊക്കെ പറയുന്നത് ആൾക്കാരുടെ മൊഴിയല്ലല്ലോ, CCTV അല്ലേ. ആ പ്രദേശത്തേക്ക് ഇഷ്ടം പോലെ ക്യാമറ ഉള്ളതാ. സാർ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്ക്. അപ്പൊ അറിയാം ആരാണ് അയാളെ ഇടിച്ചിട്ടെന്ന്. എനിക്കറിയാവടോ. നീ ആ ഇടിച്ചതെങ്കിൽ അത് നീ ഉടനെ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുമായിരുന്നല്ലോ. പക്ഷേ നീ ഒരു അബദ്ധം കാണിച്ചു.